പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ആദ്യ വാർത്തയിലേക്ക്. പുറത്താക്കി പ്രതിരോധം. തുടർച്ചയായ രണ്ടാം ദിവസവും പാർലമെന്റിൽ കൂട്ട സസ്പെൻഷൻ. ഇന്നലെ 78 അംഗങ്ങളെ ഇരുസഭകളിലുമായി സസ്പെൻഡ് ചെയ്തെങ്കിൽ ഇന്ന് 50 പേർക്കാണ് സസ്പെൻഷൻ. ഇന്ന് സസ്പെൻഷൻ ആയവരിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഡോക്ടർ ശശി തരൂർ, അബ്ദുസമദ് സമദാനി, അടൂർ പ്രകാശ് എന്നിവരും ഉൾപ്പെടും. പുറത്തെ പ്രതിഷേധത്തിനിടെ തന്നെ അനുകരിച്ച വീഡിയോ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധിയെ ചെയർമാൻ ജഗ്ദീപ് ധൻകർ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. സഭ തുടങ്ങും വരെ പുറത്തു പ്രതിഷേധം. പിന്നെ ഇരുസഭകളിലും പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു മുദ്രാവാക്യം വിളികൾ. ലോക്സഭയും രാജ്യസഭയും പലതവണ നിർത്തിവെച്ചു. 12:30 വീണ്ടും ചേർന്ന ലോക്സഭ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച 50 അംഗങ്ങളെയും ഈ സമ്മേളന കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം പാസാക്കി. माननीय सदस्यगण, ये बड़ा अप्रिय प्रसंग है कि अनेक बार आपसे अनुरोध किए जाने के पश्चात भी आप निरंतर नियमों की अवहेलना कर रहे हैं, चेयर की अवहेलना कर रहे हैं. ये वास्तव में कोई ऐसी किसी को भी प्रसन्न करने वाली बात नहीं है. സഭയ്ക്ക് പുറത്തെ പ്രതിഷേധത്തിനിടെ രാജ്യസഭാ ചെയർമാനെ തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ അനുകരിച്ചത് BJP സഭയിൽ വിഷയമാക്കി. സംഭവം വീഡിയോയിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധി എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചതായി രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. Mr. Chidambaram, you are a very senior member. Imagine what must be going through my heart when your senior leader videographs a member parliament mocking the institution of chairman. As an individual, take on me. തമിഴ്നാട്ടിലെ മഴക്കെടുതികൾ ഗുരുതരമായത് DMK സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു. CGST ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ദീർഘമായ ചർച്ചയില്ലാതെ ലോക്സഭ പാസാക്കി. 24 ഡൽഹി. പാർലമെന്റ് അതിക്രമ കേസിൽ പ്രതികളുടെ സമൂഹമാധ്യമ ഇടപെടലുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം. ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ കുറിച്ച് വിവരം നൽകാൻ മെറ്റ കമ്പനിയോട് ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടു. പ്രതികൾ അംഗങ്ങളായ ഗ്രൂപ്പാണ് ഇത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നിവയിലൂടെ പ്രതികൾ നടത്തിയ ആശയവിനിമയങ്ങളുടെ വിശദാംശങ്ങൾ പോലീസ് തേടിയിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗമാണ് വിവരങ്ങൾ പരിശോധിക്കുക. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇതിനകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ജിപേ, ഫോൺപേ, പേടിഎം തുടങ്ങിയ UPI അധിഷ്ഠിത ബാങ്കിംഗ് സേവനദാതാക്കളെയും പോലീസ് സമീപിച്ചിട്ടുണ്ട്. പോര് തുടർന്ന് ഗവർണർ. ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെയും കേന്ദ്രത്തെയും സമീപിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാന അന്തരീക്ഷം തകർക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ MK ജയരാജനോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചു. ദന്തൽ കോളേജിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFI ഇന്നും കരിങ്കൊടി കാട്ടി. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ഇത് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും കത്തു നൽകും. സർക്കാരിനെ ഗവർണർ പ്രതിസന്ധിയിലാക്കുന്നു. ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഗവർണർ മിഠായി തെരുവിൽ ഇറങ്ങി നടന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട്, എത്ര സംസ്ഥാനമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല. ഗവർണർ ഉദ്ഘാടകനായ സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ MK ജയരാജനോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചു. എന്നാൽ VC സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ടാണ് ചുമതലപ്പെടുത്താത്തതെന്ന് കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ്. പ്രോവിസി കൂടി ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്നുണ്ടായ അസുഖല്ലേ. അന്ന് ഗവർണർ താങ്കളെ വിളിച്ചു വരുത്തി വലിയ തോതിൽ അതിപ്പോ ഞാനൊന്നും പറയില്ല, ഞാൻ പിന്നെ പറയാം, ഇപ്പൊ ഒന്നും പറയുന്നില്ല. തിരുവനന്തപുരം ദന്തൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധം തുടർന്നു. രാജ്ഭവനിലേക്ക് മടങ്ങുന്ന വഴി പട്ടത്ത് വെച്ച് ഗവർണറെ കരിങ്കൊടി കാണിച്ചു. ഗവർണർക്കെതിരായുള്ള ബാനർ നീക്കാൻ കേരള സർവകലാശാല VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം.
സെനറ്റ് നാമനിർദ്ദേശത്തിൽ ഗവർണറെ അനുകൂലിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. RSS അനുകൂലികളെ സെനറ്റുകളിൽ ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് കുഴപ്പം എന്നായിരുന്നു KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ ചോദ്യം. സർക്കാർ ഗവർണർ പോരിൽ ഇരു കൂട്ടരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയായിരുന്നു കെ മുരളീധരന്റെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണം. സംസ്ഥാന ഭരണം കേന്ദ്രത്തിന് ഏറ്റെടുക്കാനുള്ള വകുപ്പ് ഓർമ്മിപ്പിച്ച് BJP നേതാവ് PK കൃഷ്ണദാസ് രംഗത്തെത്തി. സർവകലാശാല സെനറ്റുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ ഭരണപക്ഷം തെരുവുയുദ്ധം നടത്തുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ തെറ്റില്ലെന്നാണ് KPCC അധ്യക്ഷന്റെ പക്ഷം. നിയമിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല, മറിച്ച് യോഗ്യതയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെന്ന് കെ സുധാകരൻ. ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം? ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഞങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരെ എല്ലാ പിൻകാലത്തെ കഥയും പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം സർക്കാർ ഗവർണർ പോരിൽ പക്ഷം പിടിക്കാതെയാണ് കെ മുരളീധരനും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചത്. സർക്കാർ എന്തിനാ ഇയാളുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എന്താ? അയാളുടെ വഴിക്ക് പോട്ടെ. ഗവർണർ ചെയ്തതിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. അത്രയല്ലേ, എവിടെയെങ്കിലും ബാനർ തൂക്കിയാൽ എന്താ കുഴപ്പം? എന്താ ഗവർണറാണ് എന്നുണ്ടെങ്കിൽ പദവിക്ക് നിൽക്കാത്ത രീതിയിൽ സീറ്റിലിറങ്ങുന്നു, ഷോ കാണിക്കുന്നു, ബഹളം വെക്കുന്നു. ഇതിനൊക്കെ ഞാനതാ പറഞ്ഞത്, അല്പം സീരിയസ് ആയിട്ട് സംവിധാനങ്ങളെ കൊണ്ടുപോകുന്ന ആരെങ്കിലും വേണം. ഇവരുടെ ഈ കളിയൊക്കെ കൂടി ശരിയല്ല. ഗവർണറെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഭരണപക്ഷത്തിന് മുന്നറിയിപ്പ് നൽകും വിധമായിരുന്നു BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ പ്രതികരണം. 356 വകുപ്പ് ഭരണഘടനയിൽ ഉണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ല, അങ്ങനെ ഉണ്ട്. ഞങ്ങൾ 356 വകുപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. 24 തിരുവനന്തപുരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് മന്ത്രിമാർ. കോഴിക്കോട് മിഠായി തെരുവിൽ RSS നിർദ്ദേശപ്രകാരം കലാപമുണ്ടാക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചതെന്ന് മന്ത്രി സജി ചെറിയാൻ ആരോപിച്ചു. സംഘപരിവാറിന്റെ രാഷ്ട്രീയം കേരളം നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ നിലവിട്ടുവെന്നും നിലവിട്ടൊരാളെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ലെന്നും ബന്ധപ്പെട്ടവരോട് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. അത് നിറവേറ്റും. അതൊരു വിചിത്ര ജീവിയെ പോലെയാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കും. വിവിധ മന്ത്രിമാരുടെ പ്രതികരണമാണ് കണ്ടത്. സജി ചെറിയാൻ, ഒപ്പം മന്ത്രി കെ രാജൻ. ഗവർണറെ തിരിച്ചു വിളിക്കാൻ എത്രയും വേഗം ആവശ്യപ്പെടുമെന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. ഗവർണർ നിലവിട്ട് പെരുമാറുന്നത് അപകടകരമാണെന്നും കെ രാജൻ പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാന്റെ പെരുമാറ്റം വിചിത്രം എന്നതാണ് മന്ത്രി P രാജീവിന്റെ പ്രതികരണം. അടുത്ത വാർത്തയിലേക്ക്. പ്രളയക്കെടുതിയിൽ തമിഴ്നാട്. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ മഴ കുറഞ്ഞെങ്കിലും പ്രളയത്തിന് ശമനമില്ല. തിരുനെൽവേലി, തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കം തുടരുകയാണ്. ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ ട്രെയിനിലെ യാത്രക്കാരിൽ പകുതിയിലധികം പേരെയും പുറത്തെത്തിച്ചു. പ്രളയക്കെടുതി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഡൽഹിയിലെത്തി. രക്ഷാപ്രവർത്തനങ്ങളിൽ തമിഴ്നാട് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രംഗത്തെത്തി. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 10 ആയി. ഞായറാഴ്ച പെയ്ത കനത്ത മഴയിലാണ് തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പുറപ്പെട്ട ട്രെയിൻ വെള്ളത്തിലകപ്പെട്ടത്. കഴിഞ്ഞ 40 മണിക്കൂറിലധികമായി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. NDRF സേനാംഗങ്ങൾ ഇന്ന് ഉച്ചയോടെ ട്രെയിനിനടുത്തെത്തി. 3 കിലോമീറ്ററോളം വെള്ളത്തിലൂടെ നടത്തിച്ചാണ് യാത്രക്കാരെ റോഡിലെത്തിച്ചത്. ഇന്ന് രാത്രിയിലോ നാളെയോ ആയി പ്രത്യേക ട്രെയിനിൽ യാത്രക്കാർ ചെന്നൈയിലേക്ക് തിരിക്കും. തമിഴ്നാട്ടിലെ പ്രളയക്കെടുതി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. ഇത് கிட்டத்தட்ட 47 வருஷமா வராத மழை, 60 ஆண்டு காலமாக சந்திக்காத மழை தென்பகுதியில் இது பெய்ஞ்சிருக்கு. அதனால் இது எதிர்பாராதது இருந்தாலும் இதுக்காக முன்கூட்டியே என்னென்ன செய்யணுமோ அதெல்லாம் நிச்சயமாக அரசு செய்யும். ஏற்கனவே ராஜ்நாத் சிங் ஒன்றிய அமைச்சர் வந்தப்போ சொல்லியிருக்கிறோம், பிரதமருக்கு கடிதம் கொடுத்துருக்குறோம். ഇന്നേക്ക് പ്രഥമയിടത്തിൽ അത് വലിയുറുത്തും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനമാണ് തമിഴ്നാട് സർക്കാരിന് നേരിടേണ്ടി വന്നത്. പ്രളയം കൈകാര്യം ചെയ്തതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് പീയൂഷ് ഗോയൽ ലോക്സഭയിൽ പറഞ്ഞു. വലിയ ദുരിതമാണ് തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി, തെങ്കാശി ജില്ലകളിലുള്ളവർ അനുഭവിക്കുന്നത്. ഇന്നലെ മുതൽ വ്യോമസേന ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുണ്ട്. 24 ചെന്നൈ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനുള്ള തീരുമാനം പിൻവലിച്ച് തമിഴ്നാട്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് തീരുമാനം. ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുകയാണ്. ശരാശരി 2500 ഘനയടി വെള്ളം മാത്രമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 256 ഘനയടിയായി കുറച്ചിട്ടുണ്ട്. 138.65 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്.
തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. എന്തിനാണ് നവകേരള സദസ് എന്ന പ്രതിപക്ഷ ചോദ്യത്തിന് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്താനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ വിമർശനങ്ങൾക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകൾക്കും അതിനിശിതമായി മറുപടി പറയുകയാണ് യാത്ര അവസാന ഘട്ടത്തിലെത്തിയതോടെ മന്ത്രിമാർ. യാത്ര നാളെ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കും. പൊതുയോഗങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലും ശ്വാസം മുട്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. വായ്പ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണ്. നമ്മുടെ രാജ്യത്ത് എഴുതപ്പെട്ട ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിനുള്ള അവകാശമാണ്. ആ അവകാശം സംസ്ഥാനത്തിനുള്ളത് കൊണ്ടാണ് കടമെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന നിയമസഭ ഒരു നിയമം തന്നെ പാസാക്കിയത്. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം ആ അവകാശം അപകരിക്കുകയാണ്. എന്നിട്ട് സംസ്ഥാനത്തിന്റെ പരിധി കേന്ദ്രം നിശ്ചയിക്കുകയാണ്. അങ്ങനെ പരിധി നിശ്ചയിക്കുമ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ആ കുറഞ്ഞ തുകയും എടുക്കാൻ അനുവദിക്കില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിക്ക് പുതുവത്സര ദിനത്തിൽ തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും കൂടും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരം സംവിധാനം ഒരുങ്ങുന്നതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് നടന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിൽ വെല്ലുവിളിച്ച സാഹചര്യത്തിൽ ചടയമംഗലത്ത് നാളെ യാത്രയെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് കരിദിനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 കൊല്ലം. കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷ സംഘടനകൾ. ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏറ്റുമുട്ടി. പ്രതിഷേധിക്കുന്നവർ കാരണം കൂടി വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി മർദ്ദനമുണ്ടായിട്ടും കോൺഗ്രസ് നേതൃത്വം വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ലെന്ന് കെ മുരളീധരൻ എംപിയും വിമർശിച്ചു. പ്രതിഷേധവുമായി കരുനാഗപ്പള്ളിയിലേക്കെത്തിയ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ചവറ ശക്തികുളങ്ങരയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനു നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. ചവറയിൽ കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയാണ് മഹിളാ കോൺഗ്രസുകാർ പ്രതിഷേധിച്ചത്. ചിന്നക്കടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇടപെട്ടതോടെ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു. ജനാധിപത്യപരമായ സമരം അംഗീകരിക്കുമെന്നും എന്നാൽ എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് സംഘടനകൾ വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച കെ മുരളീധരൻ എംപി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞത് SFIക്കാരൊക്കെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ്. അപ്പോൾ KSU, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗൊക്കെ ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഉഷാറാക്കണം എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്കുള്ളത്. അതിനുവേണ്ട സഹകരണമൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയായിട്ടും. പലയിടത്തും യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. കൊല്ലം കുണ്ടറയിലെ നവകേരള സദസ്സിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നുവരുന്ന വഴിയിൽ BJP പ്രവർത്തകരും പ്രതിഷേധിച്ചു. പെരിനാട് വില്ലേജ് ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം. 24 കൊല്ലം. നവകേരള സദസ്സിന് ജില്ലാ കളക്ടർമാർ സ്പോൺസർഷിപ്പിലൂടെ പണം പിരിക്കുന്നതിനെതിരായുള്ള ഹർജിക്കാരന്റെ വാദങ്ങൾ പലതും അനുമാനം മാത്രമെന്ന് ഹൈക്കോടതി. അത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ കോടതിയെ ഉപയോഗിക്കരുതെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം വാദം കേൾക്കാൻ മാറ്റി. സ്പോൺസർഷിപ്പ് എന്തിനൊക്കെ ആവാമെന്ന് കൃത്യമായി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. സ്പോൺസർമാർ സന്നദ്ധരായി വന്നാൽ കളക്ടർമാർ നേരിട്ട് പണം പിരിക്കേണ്ടതില്ലെന്നും മലയാളത്തിലുള്ള ഉത്തരവിൽ ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നവകേരള സദസ്സ് നടത്തുന്നതെന്നും ഒന്നും സുതാര്യമല്ല എന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം. 5 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് കാട്ടി സർക്കാരിനെതിരെ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു. വിധവാ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത്. 5 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്നും പുതുവത്സരത്തിന് മുൻപ് പെൻഷൻ കുടിശ്ശിക ലഭിക്കാൻ കോടതിയുടെ ഇടപെടൽ വേണമെന്നും മറിയക്കുട്ടി ഹർജിയിൽ ആവശ്യപ്പെട്ടു. മറിയക്കുട്ടിയുടെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടി. ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. കേന്ദ്രവിഹിതം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് പണം നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ ശുപാർശ. സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ ശുപാർശ. അന്വേഷണം CBIക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതിയും ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ പോലീസ് പുതിയ കേസെടുത്തു.
യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ രേഖ വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പുതിയ കേസെടുത്തത്. കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. വ്യാജ ID കാർഡ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ID കാർഡ് വ്യാജമായി നിർമ്മിച്ചതായി കണ്ടെത്തി. ഇതിൽ അന്വേഷണം വേണമെന്നായിരുന്നു കമ്മീഷന്റെ പരാതി. ഈ കാർഡുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നിലവിലെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. വ്യാജ ID കാർഡ് ഉപയോഗിച്ചത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നും അന്വേഷണം CBIക്ക് വിടണമെന്നുമുള്ള ഹർജിയാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ DGPയോട് ഹൈക്കോടതി വിശദീകരണം തേടി. അതേസമയം ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റി. 24 തിരുവനന്തപുരം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക് ഇനി ശബരിമല വിശേഷങ്ങൾ. സന്നിധാനത്ത് ഭക്തജന തിരക്ക്. നിലവിൽ അപ്പാച്ചിമേട് വരെ നീണ്ട ക്യൂ ആണ്. നിലയ്ക്കൽ മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി 15 മണിക്കൂർ വരെ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. സന്നിധാനത്ത് പുലർച്ചെ മുതൽ തീർത്ഥാടകരുടെ തിരക്കാണ്. മണിക്കൂറിൽ 4500-ലധികം പേരാണ് ഇപ്പോൾ ദർശനം നടത്തുന്നത്. രാവിലെ ശരംകുത്തി വരെയായിരുന്ന തീർത്ഥാടകരുടെ നിര മരക്കൂട്ടം കടന്ന് അപ്പാച്ചിമേട് വരെ എത്തി. ഇടത്താവളങ്ങളിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത്. പമ്പ മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. എല്ലാവരും വരുന്ന പോലെ തന്നെ വരണം. അതുപോലെ ആരും പ്രതീക്ഷിക്കരുത്. ഇവിടെ തിരക്കുണ്ടെന്ന് പ്രതീക്ഷിച്ച് തന്നെ വരാവുള്ളൂ. അതിനനുസരിച്ചുള്ള അമെൻറ്റീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. രാത്രി 12 മണിക്ക് പമ്പയിൽ നിന്ന് കയറിയതാണ്. ഇപ്പോഴാണ് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 6 മണിക്കൂർ നിന്നു. ഭയങ്കര പ്രയാസമാണ്. നിലവിൽ ദർശനം നടത്തുന്ന ഭക്തർ വിരിവെച്ച് നാളെ നെയ്യഭിഷേകം നടത്തിയായിരിക്കും മലയിറങ്ങുക. ഇത് നാളെയും തിരക്കിന് ഇടയാക്കും. 6 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 70,000-ഓളം പേരാണ് ദർശനം നടത്തിയിരിക്കുന്നത്. രാത്രിയോടെ ഇത് 1 ലക്ഷം പിന്നിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24. IPL താരലേലത്തിൽ റെക്കോർഡ് തുകയ്ക്ക് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 24.25 കോടി രൂപയ്ക്കാണ് താരത്തിനെ KKR സ്വന്തമാക്കിയത്. 20.5 കോടി രൂപയ്ക്ക് ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിലെത്തി. ന്യൂസിലൻഡ് താരം ഡാരൽ മിച്ചലിനെ 14 കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് കൂടാരത്തിലെത്തിച്ചു. IPLന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ഓസ്ട്രേലിയൻ ഇടംകയ്യൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെത്തിച്ചത്. 24.75 കോടി രൂപയാണ് താരത്തിനായി ടീം ചെലവഴിച്ചത്. അത്യന്തം നാടകീയമായിരുന്നു മിച്ചൽ സ്റ്റാർക്കിന് വേണ്ടിയുള്ള ലേലം വിളി. 2 കോടി രൂപ അടിസ്ഥാന വിലയുള്ള സ്റ്റാർക്കിനായി ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസുമാണ് ആദ്യം മുതൽ രംഗത്തുണ്ടായിരുന്നത്. താരത്തിന്റെ വില 9 കോടി കടന്നതോടെ ഡൽഹി പിന്മാറി. എന്നാൽ കൊൽക്കത്ത താരത്തിനായി രംഗത്തെത്തി. താരത്തിന്റെ മൂല്യം 4 ഇരട്ടി കടന്നതോടെ മുംബൈയും കളമൊഴിഞ്ഞു. പിന്നാലെ ഗുജറാത്തും കൊൽക്കത്തയും തമ്മിലായി ലേലം വിളി. സൺറൈസേഴ്സ് ഹൈദരാബാദ് 20,50,00,000 സ്വന്തമാക്കിയ പാറ്റ് കമ്മിൻസിന്റെ റെക്കോർഡിന് 1 മണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു ആയുസ്. ന്യൂസിലൻഡ് താരം ഡാരിൽ മിച്ചലിനെ 14 കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി. 11,75,00,000 രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയ ഹർഷൽ പട്ടേലാണ് ഇന്ത്യൻ താരങ്ങളിൽ ഉയർന്ന മൂല്യം സ്വന്തമാക്കിയത്. 2 കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ ഓപ്പണർ ഡ്രാവിസ് ഹെഡിനെ സൺറൈസേഴ്സ് ടീമിലെത്തിച്ചത് 6,80,00,000 രൂപയ്ക്ക്. റജിൻ രവീന്ദ്രയെ 1,80,00,000 രൂപയ്ക്ക് ചെന്നൈയും ജെറാൾഡ് കോഡ്സിയെ 5 കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസും സ്വന്തമാക്കി. സ്പോർട്സ് ടീം 24. 24 5ന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.